ഞാൻ ദൈവത്തിൻ്റെ വചനം പഠിച്ചാൽ, ധ്യാനിച്ചാൽ, അനുസരിച്ചാൽ എന്താണ് എനിക്ക് പ്രയോജനം എന്ന് ചോദിക്കുന്നവർക്കുള്ള ഉത്തരം, ദൈവവചന പഠനം മൂലം നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ അനവധിയാണ് എന്നുള്ളത് തന്നെയാണ്. സ്വർഗീയമായ ആത്മീയമായ എല്ലാ അനുഗ്രഹങ്ങളുടെയും ഉറവിടം ദൈവവചന പഠനം മൂലവും വചനം അനുസരിക്കുന്നത് നിമിത്തവും നമുക്ക് ലഭിക്കും. മാത്രമല്ല, ഈ ലോക ജീവിതത്തിൽ ദൈവത്തിൻ്റെ വഴിയിലൂടെ നടക്കുവാനും ദോഷം വിട്ട് അകലുവാനും തെറ്റായ ഉപദേശങ്ങളെ തിരിച്ചറിയുവാനും അത് തിരിച്ചറിഞ്ഞ് അതിനെ വിട്ടുമാറി ദൈവത്തെ പ്രസാദിപ്പിക്കുവാനുമൊക്കെ ദൈവത്തിൻ്റെ വചന പഠനവും ദൈവവചനത്തോടുള്ള അനുസരണവും നമ്മെ ഒരുപാട് സഹായിക്കുന്നതാണ്. പത്രോസ് എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായം 15-16 വാക്യങ്ങളിൽ അവർ നേർവഴി വിട്ട് തെറ്റി ബെയോരിൻ്റെ മകനായ ബിലയാമിൻ്റെ വഴിയിൽ നടന്നു. അവൻ അനീതിയുടെ കൂലി കൊതിച്ചു, എങ്കിലും തൻ്റെ അകൃത്യത്തിന് ശാസന കിട്ടി. ഉരിയാടാ കഴുത മനുഷ്യവാക്കായി ഉരിയാടി പ്രവാചകൻ്റെ ബുദ്ധിഭ്രമത്തെ തടുത്തുവല്ലോ. ഈ വേദഭാഗത്ത് ബിലയാമിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള വസ്തുതകൾ നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ബിലയാമിനെക്കുറിച്ച് പല കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സംഖ്യാപുസ്തകം 22 മുതൽ 25 വരെയുള്ള അധ്യായങ്ങളിൽ ബിലയാമിൻ്റെ ചരിത്രം പ്രധാനമായിട്ടും വിവരിച്ചിട്ടുണ്ട്. വെളിപ്പാട് പുസ്തകത്തിൽ ബിലയാമിൻ്റെ ഉപദേശത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. വെളിപ്പാട് 2:14 ബിലയാമിൻ്റെ വഞ്ചനയെക്കുറിച്ചാണ് യൂദായുടെ ലേഖനത്തിൽ നാം കാണുന്നത്. പത്രോസ് എഴുതുമ്പോൾ ബിലയാമിൻ്റെ വഴിയെക്കുറിച്ചും അവൻ്റെ അകൃത്യത്തെക്കുറിച്ചും അവൻ്റെ ബുദ്ധിഭ്രമത്തെക്കുറിച്ചും എടുത്ത് പറഞ്ഞിരിക്കുന്നു. ഓരോന്നും നമ്മുടെ ബുദ്ധി ഉപദേശത്തിന് ഉള്ളതാണ്. ബിലയാമിൻ്റെ വഴി ദൈവത്തിൻ്റെ വഴിയല്ലായിരുന്നു. ബിലയാമിൻ്റെ വഴി നേർവഴിയല്ലായിരുന്നു. ദൈവത്തിൻ്റെ വഴിയിൽ നിന്നും മാറിപ്പോകുന്ന ഒരു ജീവിതം, വഴിതെറ്റി നടക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാം, എപ്പോഴും അപകടകരമാണ്. ലക്ഷ്യത്തിൽ നിന്ന് തെറ്റിപ്പോകുവാൻ അത് തീർച്ചയായും കാരണവുമാണ്. ദൈവത്തിൻ്റെ വഴി തികവുള്ളതാണ്, നീതിയുള്ളതാണ്. നീതിപാതകൾ എന്നാണ് ദൈവത്തിൻ്റെ വഴിയെക്കുറിച്ച് സങ്കീർത്തനക്കാരനായ ദാവീദ് വിശേഷിപ്പിച്ചിട്ടുള്ളത്. ബിലയാമിൻ്റെ വഴിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അത് നാശകരം എന്നാണ്. ദൈവത്തിൻ്റെ ജനമായ ഇസ്രായേലിനെ ശപിക്കുവാൻ മോവാബ് രാജാവ് ആവശ്യപ്പെട്ടപ്പോൾ ബിലയാം ദൈവത്തോട് ആലോചന ചോദിച്ചു. ദൈവം ബിലയാമിനോട്, നീ അവരോട് കൂടെ പോകരുത്, ആ ജനത്തെ ശപിക്കരുത്, അവർ അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു എന്നായിരുന്നു മറുപടി പറഞ്ഞത്. ദൈവം കൽപ്പിച്ചതിൽ യാതൊരു സംശയത്തിനും വകയില്ലായിരുന്നു. ആ കൽപ്പന വളരെ വ്യക്തമായിരുന്നു. എന്നാൽ ബിലയാം അത് അനുസരിച്ചില്ല. പിന്നെ അവൻ ചെയ്തത് മോവാബ്യ രാജാവിനോട് കൂടെ പോയി. ദൈവത്തിൻ്റെ വഴി അറിഞ്ഞിട്ടും ആലോചന അറിഞ്ഞിട്ടും അതിനെ അവഗണിച്ചു. ദൈവത്തിൻ്റെ ആലോചന വ്യക്തമായി മനസ്സിലാക്കിയിട്ടും അത് വിട്ടുമാറി പോകുന്നവരെയാണ് ബിലയാമിൻ്റെ വഴിയിലൂടെ നടക്കുന്നവരെന്ന് വചനം വിശേഷിപ്പിക്കുന്നത്. അനുഗ്രഹത്തിൻ്റെ മാർഗത്തിൽ നിന്നും വ്യതിചലിച്ച് ശാപത്തിൻ്റെ മാർഗത്തിൽ സഞ്ചരിക്കുന്നവർ ബിലയാമിൻ്റെ വഴിയിലാണ്. ദൈവത്തിൻ്റെ ആലോചനകൾ തിരിച്ചറിഞ്ഞിട്ടും ദൈവത്തിൻ്റെ വഴി ഇതാണ് എന്ന് മനസ്സിലാക്കിയിട്ടും വഴി ഇതാകുന്നു, ഇതിലെ നടന്നുകൊള്ളുക എന്നുള്ള ശബ്ദം നമ്മെ കേൾപ്പിക്കുന്നവനാണ് നമ്മുടെ ദൈവം. ദൈവത്തിൻ്റെ ആലോചനകൾ നന്നായി മനസ്സിലാക്കിയിട്ടും ശാപത്തിൻ്റെ വഴിയിലൂടെയും ശാപത്തിൻ്റെ മാർഗത്തിലൂടെയും സഞ്ചരിക്കുന്നവർ ബിലയാമിൻ്റെ വഴിയിൽ കൂടി നടക്കുന്നവരാണ്. അനീതിയുടെ പാതയിൽ നടക്കുന്നവരാണ്. ഇടുക്കവും ഞെരുക്കവും ഉള്ള വഴിയേക്കാൾ വിശാലമായ വഴി തിരഞ്ഞെടുക്കുന്നവരാണ് ഈ കൂട്ടർ. അവരെല്ലാം ബിലയാമിൻ്റെ വഴിയിലാണ്. ശരിയായ വഴി അറിഞ്ഞിട്ടും തെറ്റായ വഴിയിൽ നടക്കുവാൻ ആഗ്രഹിക്കുന്നവർ. അതുകൊണ്ട് ഈ വചനത്തിന് ഈ കാലഘട്ടത്തിൽ വളരെ പ്രസക്തിയുണ്ട്.
ഓരോ കാര്യത്തിലും ദൈവം തൻ്റെ വഴി വചനത്തിലൂടെ തൻ്റെ ദാസന്മാരിലൂടെ എന്നും അറിയിച്ചു കൊണ്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ ഹിതം ഇതാണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ടും ദൈവഹിതം സംബന്ധിച്ച് നല്ല നിശ്ചയമുണ്ടായിട്ടും സ്വന്തം വഴിയിലൂടെ യാത്ര ചെയ്യുന്നവരെ ദൈവത്തിൻ്റെ ആത്മാവ് ഇവിടെ തിരുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. ആയതിനാൽ നാം ദൈവത്തിൻ്റെ വഴിയിലൂടെയാണോ അതോ ബിലെയാമിൻ്റെ വഴിയിലൂടെയാണോ സഞ്ചരിക്കുന്നത് എന്ന് എപ്പോഴും പരിശോധിച്ചു കൊണ്ടിരിക്കണം. സ്വന്തം വഴി അതിലൂടെ യാത്ര ചെയ്യുന്നവർ തീർച്ചയായും അതിൻ്റേതായ ഫലങ്ങൾ അനുഭവിക്കും. ദൈവത്തിൻ്റെ വഴിയിലൂടെ യാത്ര ചെയ്യുന്നവർ ദൈവത്തിൻ്റെ രാജ്യത്തിലെത്തും, ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരായിട്ട് മാറും. അതിന് രണ്ടു പക്ഷമില്ല. നാം യാത്ര ചെയ്യുന്ന വഴി ഏതെന്ന് നമുക്ക് പരിശോധിക്കാം. പരിശുദ്ധ പിതാവേ, ഞങ്ങൾ പോകുന്ന വഴി ദൈവത്തിൻ്റെ വഴിയാണോ, നീതിപാതകളാണോ, അതോ ബിലെയാമിൻ്റെ വഴിയാണോ എന്ന് പരിശോധിപ്പാൻ എല്ലാവർക്കും കൃപ നൽകണമേ. ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. നിത്യജീവമൊഴികൾ നിന്നിലുണ്ട് പരനെ, നിന്നെ വിട്ടിട്ടടിയങ്ങളെങ്ങു പോയി വസിക്കും, നിന്നെ വിട്ടിട്ടടിയങ്ങളെങ്ങു പോയി വസിക്കും. നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ.